ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം 2024 എന്ന് പറയുന്നത് PSC സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. കാരണം ഒത്തിരി എക്സാംസ് വരുന്നുണ്ട്. ഈ എക്സാമിനൊക്കെ എന്താണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സ് അതാത് മാസം പഠിച്ച് പോകാം. 2024 ജനുവരി മാസത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമുക്ക് കലോത്സവത്തിൽ നിന്നും തുടങ്ങാം. 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല ഏതാണ്? കൊല്ലമാണ്. ഇനി വിജയികളായ ജില്ല ഏതാണെന്ന് ചോദിച്ചാലോ, അത് കണ്ണൂരാണ്. ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്യുക, കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പിൻ്റെ പേര് ചോദിച്ചാൽ അത് ഉത്സവം എന്നാണ്. ശ്രദ്ധിക്കുക, കലോത്സവം നടന്നത് കൊല്ലം ജില്ല. ഇനി ഏത് ജില്ലയാണ് വിജയികളായതെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ല. ഇനി ഏത് ആപ്പാണ്, കലോത്സവത്തിൻ്റെ ആപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്സവമാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, നോട്ട് ചെയ്യുക. നെക്സ്റ്റ്, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ CG ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഉല്ലല ബാബുവിനാണ്. ശ്രദ്ധിക്കുക, ഉല്ലല ബാബു. ഇനി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ, ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ചോദിച്ചാലോ, അത് കൊട്ടാരക്കരയാണ്. ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകൻ ആര്? ഹിഷാം അബ്ദുൽ വഹാബാണ്. ഓർത്തുവെക്കുക, ഹിഷാം അബ്ദുൽ വഹാബ്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരി ആരാണ്? KB ശ്രീദേവി. അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ കൂടി ഒന്ന് ഓർത്തുവെക്കുക. മുഖത്തോട് മുഖം, തിരക്കൊഴിയാതെ, ശ്രീകൃഷ്ണ കഥ, കുട്ടിത്തിരുമേനി. 2019 ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചു എന്നുകൂടി നോട്ട് ചെയ്യുക. ഹെപ്പറ്റൈറ്റിസ് A രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിൻ. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, ഓർത്തുവെക്കുക, ഹെവി ഷുവർ. എന്താണ് ഹെവി ഷുവർ? ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് എന്ന ബയോ ഫാർമ കമ്പനിയാണ് എന്ത് വാക്സിൻ വികസിപ്പിച്ചത്. ഇനി K-സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1-നാണ്. അടുത്ത പോയിന്റ് നോക്കാം. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? എലിക്കുളം ഗ്രാമപഞ്ചായത്താണ്. ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയാണ്. ഇനി റോബോട്ടിൻ്റെ പേര് ചോദിക്കുകയാണെങ്കിലോ, എലീന ആണെന്ന് കൂടി ഓർത്തുവെക്കുക. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? മലയിൻകീഴാണ്. അടുത്ത പോയിന്റിലേക്ക് പോവാം. 33 വർഷത്തിന് ശേഷം പശ്ചിമഘട്ട മേഖലയിലെ പെരിയാർ മേഘമല നിരകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ വെള്ളിവരയൻ വിഭാഗത്തിൽപ്പെട്ട ചിത്രശലഭം. എന്താണ് ചിത്രശലഭത്തിൻ്റെ പേര്? മേഘമലൈ ക്ലൗഡ് ഫോറസ്റ്റ് സിൽവർ ലൈൻ എന്നാണ്. ഓർത്തുവെക്കുക, മേഘമലൈ ക്ലൗഡ് ഫോറസ്റ്റ് സിൽവർ ലൈൻ. ഇനി ആ പോയിന്റിനൊപ്പം തന്നെ നമുക്ക് ഒരു പോയിന്റും കൂടെ പഠിച്ചു പോവാം. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന ആത്മകഥ എഴുതിയത് മാധവ് ഗാഡ്ഗിലാണ്. ഇനി പ്രൊഫസർ MK സാനു പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? MT വാസുദേവൻ നായരാണ്. 2023 വർഷത്തെ ഹരിവരാസനം പുരസ്കാരം നേടിയത് ആരാണ്? PK വീരമണിദാസനാണ്. സംസ്ഥാനത്ത് പൊതുമേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിച്ചത് എവിടെയാണ്? റീജിയണൽ ക്യാൻസർ സെൻറ്റർ ട്രിവാൻഡ്രമാണെന്ന് ഓർത്തുവെക്കുക. കേരള ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പ്രോസസ്സർ. എന്താണ് ആ പ്രോസസ്സറിൻ്റെ പേര്? കൈരളിയാണെന്ന് ഓർത്തുവെക്കുക. ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കുന്ന സ്പേസ് നിലയം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടി വേദി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. 2024 75ാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥി ആരായിരുന്നു? ഇമ്മാനുവൽ മക്രോൺ ആയിരുന്നു. അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റ് ആണ്. ഇനി അടുത്തത്, ബ്രിക്സ് കൂട്ടായ്മയിൽ പുതുതായി സ്ഥിരം അംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? 5 രാജ്യങ്ങളാണുള്ളത്. UAE, സൗദി അറേബ്യ, ഈജിപ്റ്റ്, ഇറാൻ, എത്യോപ്യ. ഇനി എന്താണ് ബ്രിക്സ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായി രൂപീകൃതമായതാണ് ബ്രിക്ക്. പിന്നീട് ദക്ഷിണാഫ്രിക്ക കൂടി എന്ത് ചെയ്തു? ബ്രിക് രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ അംഗമായി. ഇതോടെ ബ്രിക് രാഷ്ട്ര കൂട്ടായ്മ ബ്രിക്സ് എന്ന പേരിൽ അറിയപ്പെട്ടു. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പോയിന്റ്സ് കൂടി പഠിച്ചു പോവുക. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി എവിടെയാണ്? റഷ്യ ആണ്.
ഇനി 2023 വേദി ചോദിക്കുകയാണെങ്കിലോ അത് ദക്ഷിണാഫ്രിക്കയാണ്. രാജ്യത്തെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം ഏതാണ്? മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ്. ചിലപ്പോൾ ഓപ്ഷനിൽ അടൽ സേതു എന്നായിരിക്കും, രണ്ടും ഒന്നാണെന്ന് ഓർത്തു വെക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ 12ാമത്തെ പാലമാണ് ഏത്? അടൽ സേതു. അതുപോലെ 2024 ജനുവരി 12 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു എന്ന പോയിന്റ് കൂടി ഓർത്തു വെക്കുക. തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച ദൗത്യമാണ് ഏത്? എക്സ്പോസാറ്റ്. 2024 ജനുവരി 1 PSLV-C 58 വാഹനത്തിലാണ് വിക്ഷേപിച്ചത്. അതിൽ പ്രധാനമായും നോട്ട് ചെയ്യേണ്ടത് 10 ഉപഗ്രഹങ്ങൾ ഉണ്ടായതിൽ വിസാറ്റ് എന്ന ഉപഗ്രഹം രാജ്യത്ത് പൂർണ്ണമായും വനിതകളുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ച ഉപഗ്രഹമാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ തിരുവനന്തപുരം LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനികളാണ് ഉപഗ്രഹം വികസിപ്പിച്ചത്. അടുത്ത് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. 2024 പത്മ അവാർഡുകൾ ടോട്ടൽ 132 അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. അതിൽ 5 പത്മവിഭൂഷൺ, 17 പത്മഭൂഷൺ, 110 പത്മശ്രീ. ഇനി അവാർഡിന് അർഹരായവരിൽ 30 വനിതകളും അതുപോലെ മരണാനന്തര പുരസ്കാരം 9 പേർക്കുമാണ് ലഭിച്ചിട്ടുള്ളത്. പത്മവിഭൂഷൺ ലഭിച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. വൈജയന്തിമാല, ചിരഞ്ജീവി, പത്മ സുബ്രഹ്മണ്യം, വെങ്കയ്യ നായിഡു, ബിന്ദേശ്വർ പതക്. പത്മശ്രീ നേടിയ മലയാളികൾ ഓർത്തിരിക്കുക: സദനം ബാലകൃഷ്ണൻ, EP നാരായണൻ, പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്, സത്യനാരായണ ബലേരി, മുനി നാരായണ പ്രസാദ്, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2024 ജനുവരിയിലെ എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് എക്സാമിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ മാസവും നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക.